ஆரம்பிக்கலாங்களா? ലൈവില് നമ്മുടെ അനു അങ്ങനെ കരഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികം. അതെ, ഞാൻ ബിഗ് ബോസ് വീട്ടിൽ ഒരിക്കലും കരയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് വന്നെന്ന് പറഞ്ഞ അനുവിനെ ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാണ് ഷമീറെ ഈ ഹൈ റേഞ്ച് ഹക്കീം. ഷാനവാസ് രാവിലെ കരയിപ്പിച്ചിരിക്കുകയാണ്. ഷാനവാസ് നൈസിനെ വിട്ട് അപ്പാനിയുടെ അടുത്ത് പറഞ്ഞ് അവള് പറഞ്ഞു നിന്നെ കഴുത്തു വരെ നീ ചുമ്മാ പറയണാണെന്ന്, നീ ഒന്ന് വന്ന് എന്താന്ന് ചോദിക്കുന്നു പറഞ്ഞിട്ട് നൈസിനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, ഒരു നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല, എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. ഷാനവാസ് പറഞ്ഞു കേട്ടുകൊണ്ട് അപ്പാനി ഓടി വന്നിട്ട് തമാശക്കാണ് തുടങ്ങുന്നത്, ചോദിക്കുന്നു അനുവിന്റെ അടുത്ത്. അപ്പൊ അനു പറയുന്നത് അത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നീ ഒന്നും പണയണ്ട, അത് ചിലപ്പം ജസ്റ്റ് ഇങ്ങനെ കടന്നപ്പോൾ വന്നായിരിക്കും, അത് കുറച്ച് ചൂടുവെള്ളം പിടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് ഉടനെ എന്നെ എൻ്റെ ഇടയിൽ കൂടെ അനുവിനെ കരയിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്താണ്. ഷാനവാസ് അതിനെ നൈസായിട്ട് വളച്ചൊടിച്ച് നേരെ ബിന്നിയുടെ അടുത്ത് പോയി പറഞ്ഞു ഡോക്ടർമാര് മരുന്ന് കൊടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അനുമോൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയി പറയുന്നു. ഇയാൾക്ക് എന്താണ് വയ്യേ? അങ്ങനെ ബിന്നി വരുന്നു, ശാരിക വരുന്നു, എല്ലാവരും അവിടെ വരുന്നു. സംഗതി സീരിയസ് ആവുന്നു, അനുമോള് കരയുന്നു. അങ്ങനെ ആ കരയുന്ന സമയത്ത് ഷാനവാസ് പറയുന്നു കണ്ടില്ലേ നീ പറഞ്ഞില്ലേ കരയില്ല എന്ന്, കണ്ടോ ഞാൻ നിന്നെ കരയിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. ദേവാലയ ഇത്രയും വലിയ തമാശക്കാരനാണ് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. ഷാനവാസ് അവിടെ ആ ഒരു ടോപ്പിക്ക് വെറുതെ ആണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.